ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ഡെയിലി ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ നമ്മുടെ ചുറ്റുപാടും മാത്രമേ നമ്മളെ വീഡിയോയിൽ കൂടുതലായിട്ട് കാണാറുള്ളൂ. അപ്പോൾ അതുതന്നെയാണ് ഇന്നതാ കുമ്പളങ്ങ കറി ഉണ്ടാക്കാൻ ടൈം ഏകദേശം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. ഉച്ചയായപ്പോഴാണ് കറിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. നമ്മുടെ കൃതി ബേബിയുടെ മീനാണ് കേട്ടോ. 2 മീനിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപ്പുറത്ത് താത്ത കൊടുത്തു കേട്ടോ 2 മീനിനെ. എന്നും കൊടുക്കും, എല്ലാത്തിനും കൊല്ലണം. ഇതിന് ഞാൻ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് അടുക്കളയിൽ കുറേ പണിയുണ്ട്. കറി വറവിടണം, പിന്നെ ചക്ക നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ, അപ്പോൾ അത് വേവിക്കണം. അങ്ങനെ ചില്ലറ പണികളൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം വറവിടാൻ നോക്കാം. കറിവേപ്പിലയും കടകൊക്കെ ഇട്ട് നമുക്കൊന്ന് വറവിടാൻ നോക്കാം. അപ്പോൾ എന്നാൽ കറിക്കിടകം ഒന്നാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുള്ള് ക്ലീനിങ് പരിപാടിയാണ്. ഇന്നലെ ഞങ്ങൾ ഫുൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ്. അടുക്കളയും റൂമും എല്ലാം അടിച്ചോരി തുടച്ച് തിരുമ്പിട്ടൊക്കെ ഫുൾ ക്ലീനിങ് കേട്ടോ. ഫുള്ള് തട്ടിക്കൊട്ടി എടുക്കണം. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ജലദോഷം വന്നു, കാരണം പൊടിയും കാര്യങ്ങളൊക്കെ തട്ടിയിട്ട്. കൃതി ബേബി ഭയങ്കര കളിയിലാട്ടോ ചോറും കൂട്ടാൻ വെച്ച് കളിക്കാൻ. അപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ. അമ്മ ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് അമ്മേൻ്റെ വീട്ടിൽ പോയെന്ന് കൊടുന്ന കേട്ടോ. കൃതി ബേബി ഫുള്ള് അലങ്കോലാക്കിയിട്ടിരിക്കുകയാണ്. ഫുള്ള് ഞങ്ങൾ ക്ലീനാക്കുക, ഓള് വൃത്തിയിലാക്കുക, ഇതാണ് പണി. അപ്പോൾ പുറത്ത് നല്ല മഴയും കാര്യങ്ങളാണ് കേട്ടോ. ഞങ്ങളെ കർമൂസൻ്റെ മരമൊക്കെ മുറിച്ച് ഗായ്സ്. എനിക്ക് കോലിട്ട് കുത്താൻ കർമൂസല്ല, ഇതൊക്കെ മടക്കിയേക്കാല തുണിയെന്നല്ല, ഫുള്ള് അലക്കിയിട്ടാണ്ടല്ലേ തുണിയാണ്. ഒന്നായപ്പോൾ ഇനി അടുത്ത പണിയാണ്. അടുത്ത തേങ്ങ തിരുമ്പണം. കാരണം എന്താണ്, നമ്മുടെ ചക്ക വേവാണ്ട്. അപ്പോൾ ചക്കയ്ക്ക് വേണ്ടിയിട്ട് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരവി കൊണ്ടിരിക്കുന്നത്. തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഞാൻ ചിരവിയതൊന്നും പോരാ, ചിരട്ടയത്തെ എല്ലാം എന്താ പറയുക, മുക്കും മൂലയും വടിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ സ്പൂണും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചിരട്ടേൻ്റെ അടിഭാഗത്തെ തേങ്ങ കിട്ടിയാലുള്ളൂ ടേസ്റ്റ് ഉണ്ടാവുക പറഞ്ഞിട്ട് അത് വടിച്ചെടുത്ത് എടുക്കണം. ഇത് കിട്ടിയിട്ട് വേണം വല്ലതും തിന്നാന്ന് കെത്തിക്കിക്കണ കാക്കകളുണ്ടാവും. കാക്കകളെ പ്രാക്കുന്ന അമ്മയ്ക്ക് തന്നെ കേട്ടോ. കാരണം തേങ്ങ മുറി കിട്ടിക്കഴിഞ്ഞാൽ കാക്കകൾ വിടൂലല്ലോ, അത് കൊത്തി തിന്നും. ഓർക്ക് പോലും ഇല്ലാതാക്കിയിട്ടുണ്ട് ആ തേങ്ങ മുറി. ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആവുക കേട്ടോ. അപ്പോൾ തേങ്ങ വടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാനും അങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഫിനിഷിങ് വടിച്ചെടുത്ത് ആ തേങ്ങയുടെ കറുപ്പടക്കം വടിച്ചെടുത്തിട്ടുണ്ട്. എന്താവുമോ അവ അരയ്ക്കുമ്പോൾ കറുപ്പ് കളർ, വെള്ള തേങ്ങ കറുപ്പ് കളറാവുമോ എന്നൊക്കെ കാണാം. ഹലോ കൊച്ചോ, കുട്ടിയെ എന്താ കളി കഴിഞ്ഞില്ലേ? വാട്ട് ഇവിടെ വന്നാ മാമ എന്നിട്ട് വാ ഉറങ്ങാമേ. വാ ബാ എങ്ങനെ പറയാം? ബാ കോയെ, ഇത് ചായ വെക്കണ്ടേ? വെക്കണ്ട ചായ, പിന്നെന്തല്ലേ? ഒന്നിട്ട് നോക്കട്ടെ എൻ്റെ മുഖം നോക്കട്ടെ ഞാൻ. ആരാ എൻ്റെ കുപ്പിന്ന് വെള്ളം എടുക്കണേ? കുപ്പിന്ന് ആരാ വെള്ളം എടുക്കണേ? ഇനി എന്തിനാണ് ഒക്കെ പാടാൻ? ചക്ക ഉണ്ടല്ലോ, നാളെ മറ്റന്നാളൊക്കെ എടുക്കാമല്ലോ. കൈ പൊള്ളിയോ? എവിടെ പൊള്ളി? അഭിനയിക്കൂല പറ്റി. എവിടെ പറ്റിയേ കൈ പൊള്ളിയത്? അവതെ എന്താണ് ഇങ്ങോട്ട് വന്നേ? കൈ ചുറ്റി നടക്കിണ കൊച്ചു പൂമ്പാറ്റേ, കൂടെ വാ 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 കൂടെ വാ 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 കൊച്ചു പൂമ്പാറ്റേ കൂട് തേടി നടക്കുന്നു. കുക്കറിന്റെ വെച്ചിലേട്ടോ. കൊച്ചു പൂമ്പാറ്റേ നാടു നീലെ
പൊന്നാലെ ഇങ്ങനെ പൊന്നാലെ രാസതിയേ തെറ്റിപ്പോയി, ഒരാൾ തെറ്റിപ്പോയി. പോപ്പിക്കൂടാ പോപ്പിക്കൂടാ അതോട് കളിക്കിങ്ങനെ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് കൃതി ബേബിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. അതാ നമ്മുടെ ഉണ്ടാക്കിയ ചക്കക്കൂട്ടാൻ്റെ കൂടെ നല്ല മീൻ കറിയൊക്കെ വേണേനും. പക്ഷെ നമുക്ക് സപ്പോസ് ഇപ്പോൾ മീനൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്കൊന്നുമില്ല. അതാ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ ഇത് ചക്കക്കൂര് ഭയങ്കര ടേസ്റ്റാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് എങ്ങനെ ആയാലും എടുക്കും. അപ്പോൾ അതാ കറി കൂടി വെച്ചിട്ട് നമുക്ക് ചൂടോടൊക്കെ ഫുഡ് അങ്ങോട്ട് കഴിക്കാം. ഇതാട്ടോ നമ്മുടെ ഉച്ചക്കത്തെ ഇന്നത്തെ ഐറ്റംസ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പുറത്ത് പോകാൻ. അപ്പോൾ അതെന്താണെന്നല്ലേ നമുക്ക് പറഞ്ഞു തരാം. ഏതാണ് ബോർഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായാലോ, അക്ഷയക്ക് വന്നതാണ് കൃതി ബേബിനെ കൊണ്ട്. ഞങ്ങളെടുത്തില്ലൊരു അക്ഷയട്ടോ. പക്ഷെ അവിടെ കൃതി ബേബിക്ക് ആധാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. 2 വയസ്സായിട്ടുള്ളൂ. പക്ഷേ ആധാർ ഉണ്ടാക്കിയാലുള്ളൂ റേഷൻ കാർഡ് റെഡിയാവുക. റേഷൻ കാർഡ് റെഡി ആയാലുള്ളൂ ഞങ്ങൾക്ക് സ്ഥലവും വീടിനും പാസ്സാവുക. അങ്ങനെ കുറേ കുലുമാലുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ ഓരോ പടികളുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അനിയനാണ് കൊണ്ടാക്കിയാണ് ഓനെ കഴിഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ഓൻ പോയി. അപ്പോൾ ഓന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ കാളികാവ് പോകണം. ഒരു 5-6 കിലോമീറ്റർ ദൂരം പോകണം. ഞങ്ങളിങ്ങനെ നല്ല വെയിലും ഉണ്ട് കേട്ടോ. കൃതി ബേബിക്ക് തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവന്നത്. കാരണം സ്കൂട്ടിയുമ്പോൾ പോകുമ്പോൾ വെയിൽ നന്നായിട്ട് അടിക്കുമല്ലോ. കാത്തുനിന്നവന് കാർ എടുക്കാൻ പോയതിനൊന്നും ഈ വെയിലത്ത് ഇങ്ങനെ പോകാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കാറിലൊക്കെ കയറി ഇങ്ങനെ പാട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ ആധാർ കാർഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. കൃതി ബേബിയുടെ ഫസ്റ്റ് ഒരു ഐഡൻറ്റിറ്റി പറയുന്നത് ആധാർ കാർഡ് ഉണ്ടാക്കാൻ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അക്ഷയയിലെത്തി. അക്ഷയയിൽ വേണമെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ആധാർ ഉണ്ടാക്കുന്നതിന് വേറൊരു ഭാഗം ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേഗം കിട്ടി കേട്ടോ കാര്യങ്ങൾ. മറ്റേ പെൻഷൻ്റെ അതിൻ്റെ എന്തൊക്കെ തിരക്കാണ്. ഫുള്ളും വയസ്സായ ആൾക്കാരായിരുന്നു. കാരണം പെൻഷന് ആ ഒരു പ്രായത്തിലാണല്ലോ. അപ്പം ഞങ്ങളങ്ങനെ അതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഫോമും കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ച് കൊടുത്ത് വെയിറ്റ് ചെയ്യണം. ഓരോരുത്തരെങ്ങനെ വിളിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി കാത്തിക്കണം. അപ്പോൾ ഞങ്ങളതിന് മുന്നേ ഒരു കുട്ടീനെ ആ കുട്ടീൻ്റെ ചെയ്യാം കേട്ടോ. 5 വയസ്സിന് ശേഷം ആധാർ കാർഡ് ഉണ്ടാക്കുകയാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട്. കാരണം വീണ്ടും ഇനി ഇത് പുതുക്കണം, അങ്ങനെ ചില്ലറ പണിയുണ്ട്. പിന്നെ ഞങ്ങളടുത്തൊരു ചെറിയ ബേബി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ബേബിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ കയറിയതാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ ബൈ.